ഓക്കെ. അപ്പൊ അടുത്ത് നമ്മള് എന്തിനൊക്കെയാണ് നമ്മൾ ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ? എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു? എന്തൊക്കെ വേണ്ട ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന് മെയിൻ്റെനൻസ് തെറാപ്പിക്ക് വേണ്ടിയിട്ട്, റീപ്ലേസ്മെന്റ് തെറാപ്പിക്ക്, ദെൻ TPN കൊടുക്കാനായിട്ട്, മറ്റുള്ള സബ്സ്റ്റൻസിനൊക്കെ ഒരു എന്താ പറയാ ഒരു സപ്പോർട്ട് ആയിട്ട് അല്ലെ, ഒരു വെഹിക്കിൾ ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാം. ദെൻ അതേപോലെ ഇൻട്രാവീനസ് അഡ്മിക്സ്ചർ എന്നൊരു വേർഡ് കേട്ട് കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവേണ്ട. ഒന്നിൽ കൂടുതൽ പേരനൽ പ്രിപ്പറേഷൻസ് മിക്സ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ഇൻട്രാവീനസ് അഡ്മിക്സ്ചർ എന്ന് പറയുന്നത്. ഈ അഡ്മിക്സ്ചർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ ഫ്ലൂയിഡ്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം നമ്മൾ ഒരിക്കലും സ്റ്റെറൈൽ ആയിട്ട്, നേഴ്സ് ഒക്കെ ആയിരിക്കും യൂഷ്വൽ ആയിട്ട് നഴ്സിംഗ് സ്റ്റേഷനിലൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അതൊട്ടും സേഫ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. അപ്പം ഈ ഒന്നിൽ കൂടുതൽ ട്രാൻസ്ഫ്യൂഷൻ ഫ്ലൂയിഡ്സ് നമ്മൾ മിക്സ് ചെയ്യുക എന്ന് പറയുന്ന കണ്ടീഷൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ സമയത്ത് മൈക്രോബിയൽ കണ്ടാമിനേഷനും ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൈക്രോബിയൽ കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ പറയുന്ന IV ഫ്ലൂയിഡിനകത്ത് ഷുഗർ ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്, ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം കണ്ടാമിനേഷൻ ഉള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ഇൻകോമ്പാക്റ്റബിലിറ്റി പറയുകയാണെങ്കിൽ ഫിസിക്കലും കെമിക്കലും അതേപോലെ തെറാപ്യൂട്ടിക്കും ആയിട്ടുള്ള ഒരുപാട് ഇൻകോമ്പാക്റ്റബിലിറ്റീസ് ഇതിലുണ്ടാവാറുണ്ട്. ദെൻ the therapeutic incompatibility result in undesirable antagonistic and synergistic pharmacological activities. So penicillin, cortisone ഇതെല്ലാം എന്താ പറയാ ഹെപ്പാരിന്റെ ആക്ഷൻസിനെ ആന്റഗണൈസ് ചെയ്യാറുണ്ട്. ഇനി എങ്ങനെ സേഫ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും ഈ അഡ്മിക്സ്ചേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നഴ്സിനും ഫാർമസിസ്റ്റിനും ഒക്കെ എങ്ങനെയാണ് ഇത് പ്രോപ്പർ ആയിട്ട് അഡ്മിക്സ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക. രണ്ട്, നഴ്സസിനോട് നമ്മൾ കൃത്യമായിട്ട് പറയുക അതിന്റെ ലേബലിംഗ് ബിയറിംഗ് ഡേറ്റ് ഉണ്ട്, അത് ഇന്ന ദിവസമാണിത് മിക്സ് ചെയ്യുന്നത് എന്നുള്ളതും അതിന് ടൈമും അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യാം. അതേപോലെ എത്രത്തോളം ഡ്രഗ് ആണ് മിക്സ് ചെയ്യുന്നതും എന്നുള്ളത് മാർക്ക് ചെയ്യണം എന്നുള്ളത് അതിനകത്ത് എഴുതി വെക്കാൻ പറയുക. പിന്നെ ഹോസ്പിറ്റൽ ഫാർമസി ഡിപ്പാർട്ട്മെന്റിനെ അനുസരിച്ച് പറയാനാണെങ്കിൽ ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ദ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഡ്രഗ് സ്റ്റെബിലിറ്റി ആൻഡ് കോമ്പാറ്റബിലിറ്റി ടു ദ പാരാമെഡിക്കൽസ്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്തരം കാര്യങ്ങളുടെ ഇൻഫർമേഷൻസ്, ഡ്രഗിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുള്ള സ്റ്റാഫിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? അറിയിക്കണം. ഓക്കെ. So next is the pharmacist. ഫാർമസിസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഡ്രഗിന്റെ ഇന്ററാക്ഷനും കാര്യങ്ങളും ഒക്കെ അറിയുന്നത്. സോ ഫാർമസിസ്റ്റ് ഷുഡ് ഓൾവൈസ് നീഡ് ടു avoid addition of medicaments to transfusion bottles by using some other formulations. Okay, so suitable ആകുമെന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒക്കെ സാധനങ്ങൾ എടുത്ത് മിക്സ് ചെയ്യുക എന്നുള്ള പരിപാടി നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. നെക്സ്റ്റ് ഈസ് ടോട്ടൽ പെരന്റൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ TPN. അപ്പൊ ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? വയ്യാണ്ട് കിടക്കുന്ന ഒരാൾക്ക് നമുക്ക് ആ കാലറീസ് ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നൈട്രജനും ന്യൂട്രീഷനും ഒക്കെ എത്താനായിട്ട്, ആ ഒരു സഫീഷ്യന്റ് ക്വാണ്ടിറ്റി എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ പേരന്റൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പേരന്റൽ ഹൈപ്പർ ലിമെൻഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കും. സോ ദ സോഴ്സസ് ഓഫ് നൈട്രജൻ ഇൻ TPN ഫ്ലൂയിഡ് ഈസ് ഐദർ ഒന്നെങ്കിൽ പ്രോട്ടീൻ ഹൈഡ്രോക്സിലേറ്റോ അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ അമിനോ ആസിഡോ ഒക്കെ ആയിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. അവിടെ ക്രിസ്റ്റലൈൻ അമിനോ ഇഞ്ചക്ഷൻസ് വളരെയധികം കോസ്റ്റ്ലി ആണ് വെൻ കമ്പയറിംഗ് ടു പ്രോട്ടീൻ ഹൈഡ്രോക്സിലേറ്റ് ഇഞ്ചക്ഷൻസ്. അപ്പം ഈ അമിനോ ആസിഡ് ഒരു റിച്ച് സോഴ്സ് ഓഫ് നൈട്രജൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു, പ്രോട്ടീൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ബോഡിയിലേക്ക് പേഷ്യന്റിലേക്ക് എന്ത് ചെയ്യുന്നു? ആ പർട്ടിക്കുലർ ന്യൂട്രീഷൻ എത്തിച്ചു കൊടുക്കുന്നു. ലിപ്പിഡ് എമൽഷൻസ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ്, ലിനോളിക് ആസിഡ്, ഇതൊക്കെ ഒരു 2-3 ദിവസം ഇടവേളകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ പ്രോട്ടീൻ്റെ അകത്ത് കൊടുക്കുന്നത്. അതേപോലെ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള, ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് നമ്മൾ ആഡ് ചെയ്യണം. യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് മൾട്ടി വൈറ്റമിൻ ഇൻഫ്യൂഷൻ കോൺസെൻട്രേറ്റ് ആയിട്ട് നമുക്ക് TPN കൊടുക്കാനായിട്ട് പറ്റും. ദെൻ ദ നോർമൽ കാലറി റിക്വയർമെന്റ് ഓഫ് ആൻ അഡൽറ്റ് എന്ന് പറയുന്നത് 2500 പെർ ഡേ എന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. നോർമൽ കാലറി റിക്വയർഡ് ഫോർ ആൻ അഡൽറ്റ് 2500 പെർ ഡേ. അത് നമുക്ക് ഡെക്സ്ട്രോസ്
ഡെക്സ്ട്രോസ് 25% കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സഫീഷ്യന്റ് ആവും. ആൻഡ് ജനറലി TPN എന്ന് പറയുന്നത് അമിനോ ആസിഡിന്റെയും ലിപ്പിഡ് എമൽഷന്റെയും ഇലക്ട്രോലൈറ്റ്സിന്റെയും വൈറ്റമിൻസിന്റെയും ട്രേസ് മെറ്റൽസിന്റെ ഒക്കെ ഒരു മിക്സ്ചർ ആയിരിക്കും. ആൻഡ് ഈ സൊല്യൂഷൻസ് ആർ അഡ്മിനിസ്റ്റേർഡ് സ്ലോലി ത്രൂ ദ പെരിഫറൽ വെയിൻ. നമ്മുടെ പെരിഫറൽ വെയിനിൽ കൂടെ ആയിരിക്കണം ഇത് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ആൻഡ് it should be diluted by the large volume of blood available. So അപ്പൊ നമുക്ക് സെൽ ഡാമേജും അതേപോലെ റിസ്ക് ഓഫ് ടിഷ്യൂസും ഹൈപ്പർ ടോണിസിറ്റിയും എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും when it is diluted. Okay, then TPN എന്ന് പറയുന്നത് യൂഷ്വലി മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യും. യൂഷ്വലി നമ്മൾ IV ലൈനിന്റെ എന്താ പറയുക, നമ്മൾ യൂഷ്വലി ഇൻഫ്യൂഷൻസ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ന്യൂട്രീഷണൽ റിക്വയർമെന്റ് പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കണ്ടീഷൻസിൽ കൊടുക്കുന്നതാണ് ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷൻ. ഇനി ഡയാലിസിസ് ഫ്ലൂയിഡ് എന്താണ്? ഡയാലിസിസ് ഫ്ലൂയിഡ് എന്താ? മെംബ്രൈനിന്റെ ഡിഫ്യൂഷൻ വഴി മെംബ്രൈനിന്റെ അകത്ത് ഹയർ കോൺസെൻട്രേഷൻ നിൽക്കുന്ന സാധനങ്ങളെ മാറ്റിക്കൊണ്ട് നോർമൽ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനങ്ങളാണ് ഡയാലിസിസ് ഫ്ലൂയിഡ്. സോ ഡയാലിസിസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് സബ്സ്റ്റൻസ് ആർ സെപ്പറേറ്റഡ് ഫ്രം one another due to their difference in diffusibility through membrane. So the fluids used in dialysis, it is called as dialysis fluid. In case of renal transplantation അല്ലെങ്കിൽ kidney transplantation അല്ലെങ്കിൽ പോയിസണിങ്, ഡയാലിസിസ് ഒക്കെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമാണ് എങ്കിൽ നമ്മൾക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഡയാലിസിസ് ഫ്ലൂയിഡ്. ഓക്കെ, സോ അപ്പൊ ആ ബോഡിയിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മള് ഡയാലിസിസിലൂടെയാണ്. രണ്ട് ടൈപ്പ് ഓഫ് ഡയാലിസിസ്, പെരിറ്റോണിയൽ ആൻഡ് ഹീമോഡയാലിസിസ്. അപ്പൊ ഹീമോഡയാലിസിസ് നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡിന്റെ അകത്തുനിന്ന് ഉള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യും, ആർട്ടറിയിലേക്കായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അവർ ഡയലൈസിങ് മെംബ്രെയിൻ കണക്ട് ചെയ്യും, എന്നിട്ട് ഈ ഡയലൈസിങ് ഫ്ലൂവിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഹൈലി പെർമിയബിൾ ആയിട്ടുള്ള ഈ ഒരു മെംബ്രെയിൻ യൂറിയ, ഇലക്ട്രോലൈറ്റ്, ഡെക്സ്ട്രോസ്, പ്ലാസ്മ പ്രോട്ടീൻസിനെ ഒക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ എക്സസൈഡ് ബ്ലഡിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡയാലിസിസ് ഫ്ലൂയിഡ് വഴി പുറത്തേക്ക് പോകാൻ പറ്റും. സോ ആഫ്റ്റർ ഡയാലിസിസ് അയാളുടെ ബ്ലഡ് നോർമൽ സർക്കുലേഷനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അപ്പൊ കിഡ്നി യൂണിറ്റ് എന്ന് പറയുന്നത് 1200 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഇൻ എ വീക്ക് ആണ് എന്ത് ഫിൽട്ടർ ചെയ്ത് മാറുന്നത്. സോ ഹീമോഡയാലിസിസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രേറ്റ് ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ദിസ് ക്യാൻ ബി ഡൈല്യൂട്ടഡ് ബൈ ഒന്നെങ്കിൽ ഡീഅയണൈസ്ഡ് വാട്ടർ വെച്ച് ഡൈല്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ കൊണ്ട് ഡൈല്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ ഹീമോഡയാലിസിസ് ഫ്ലൂയിഡിന്റെ കമ്പോസിഷൻ ചോദിച്ചാൽ ഡെക്സ്ട്രോസ് മോണോഹൈഡ്രേറ്റ്, സോഡിയം അസറ്റേറ്റ്, ലാക്റ്റിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഫ്രഷ്ലി boiled അല്ലെങ്കിൽ cooled water to 100 ml. Then dissolve dextrose monohydrate, sodium acetate, sodium chloride, potassium chloride in 70 ml of freshly boiled and cooled water. നമ്മൾ ലാക്റ്റിക് ആസിഡും ആഡ് ചെയ്ത് കൊടുക്കും. ഇനി സൊല്യൂഷൻ ഫിൽട്ടർ ചെയ്യുക, വോളിയം മേക്കപ്പ് ചെയ്യുക, ലാർജ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ പാക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു വാം പ്ലേസിൽ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അവിടെ ക്രിസ്റ്റൽസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്റ്റൽസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ദെൻ 1 ലിറ്റർ ഓഫ് കോൺസെൻട്രേറ്റിന് 39 ലിറ്റർ ഓഫ് വാട്ടർ വഴി ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇൻട്രാ പെരിറ്റോണിയൽ അറിയാലോ, പെരിറ്റോണിയൽ ക്യാവിറ്റിയിലായിരിക്കും നമ്മൾ ഇതിനെ കീപ്പ് ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രാ പെരിറ്റോണിയൽ സ്റ്റെറിലൈസേഷൻ, സോറി ഡയാലിസിസ് വെക്കുന്നത് സ്റ്റെറൈൽ ആയിരിക്കണം ആൻഡ് നീഡ് ടു ബി ഫ്രീ ഫ്രം പൈറജൻസ്. ഓക്കെ, ഇനി സ്റ്റെറിലിറ്റി ടെസ്റ്റ് പറയാം. സ്റ്റെറിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു തരത്തിലുള്ള മെറ്റീരിയൽസോ ഓർഗാനിസംസോ ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. സോ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഒരു വയബിൾ ഫോം ഓഫ് ബാക്ടീരിയ, ഫംഗൈ, ഈസ്റ്റ്, അതിന്റെ സബ്സ്റ്റൻസസ്, പ്രിപ്പറേഷൻസ് അതൊന്നും ഉണ്ടാകാൻ പാടില്ല. വി നീഡ് ടു പ്രിപ്പയർ സ്റ്റെറൈൽ ഡിപെൻഡിങ് അപ്പോൺ ദ ഫാർമക്കോപ്പിയ. ഇനി പ്രിൻസിപ്പിൾ എന്താ, ദിസ് ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഇഫ് എ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൈ ഒരു മീഡിയത്തിൽ, ഒരു ന്യൂട്രിറ്റീവ് മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഫേവറബിൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ആ ഓർഗാനിസം വളരും. ഓക്കെ, അപ്പം അത് ടെർമിഡിറ്റി ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ അകത്ത് ആദ്യം സാമ്പിൾ സെലക്ട് ചെയ്യണം, ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം, മെത്തേഡ് തീരുമാനിക്കണം, ഒബ്സർവേഷൻ ആൻഡ് റിസൾട്ട്. ഫസ്റ്റ് വൺ ഈസ് സെലക്ഷൻ ഓഫ് ദ സാമ്പിൾ സൈസ്. അപ്പം നമുക്ക് സാമ്പിൾ സൈസ് തീരുമാനിക്കാം. അപ്പൊ സാമ്പിൾ എന്ന് പറയുന്ന ഒന്നെങ്കിൽ ബൾക്കായിട്ടോ അല്ലെങ്കിൽ ഓരോ കണ്ടെയ്നർ ആയിട്ടോ നമുക്ക് എടുക്കാം.
അപ്പം ഇതിനെ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് എത്ര സാമ്പിൾ വേണം എന്നുള്ളത് നമ്മൾ റാൻഡം ആയിട്ട് ഈ കണ്ടെയ്നേഴ്സിന്റെ അകത്ത് ചൂസ് ചെയ്യാം. IP 2007 പറയുന്നത് ഗൈഡ് ലൈൻസ് പറയുന്നത് മിനിമം നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പം 1 ml താഴെയുള്ള ഒരു കണ്ടെയ്നർ ആണെങ്കിൽ അത് മൊത്തമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇനി 40 ml അല്ലെങ്കിൽ അതിൽ കുറവാണ് എങ്കിൽ അതിന്റെ പകുതി എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ 40 മുതൽ 100 വരെയാണ് എങ്കിൽ 20 ml എങ്കിലും ടെസ്റ്റ് ചെയ്യണം. 100 ml കൂടുതലാണെങ്കിൽ ആ 100 ml 10% അല്ലെങ്കിൽ 10% എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ഫോർ സോളിഡ് ലെസ് ദാൻ 50 mg, അപ്പൊ നമ്മൾ 50 mg താഴെ ആണെങ്കിൽ ഹോൾ കണ്ടന്റ് ഓഫ് ദ കണ്ടെയ്നർ 50 mg അല്ലെങ്കിൽ മോർ ദാൻ 300 ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ദ കണ്ടന്റ് ഓഫ് ദ കണ്ടെയ്നർ, ദെൻ 300 mg അല്ലെങ്കിൽ 100 mg. സോ ഇത്രയും നമ്മൾ ഉപയോഗിക്കണം. ലെസ് ദാൻ 1 ml ആണെങ്കിൽ ഹോൾ കണ്ടന്റ്, 1 ml മുതൽ 40 ml ആണെങ്കിൽ ഹാഫ് ഓഫ് ദ കണ്ടന്റ്, ദെൻ 40 ml ആണെങ്കിൽ 20 ml ഹാഫ് ഓഫ് ഇറ്റ്. സോളിഡ് ആണെങ്കിൽ 50 mg വരെ ഉണ്ടെങ്കിൽ മൊത്തം. ഓക്കെ, 50 mg അല്ലെങ്കിൽ 300 താഴെ ആണെങ്കിലോ അതിന്റെ മൊത്തം ഹാഫ് വേണം. 300 mg കൂടുതലെങ്കിൽ 100 mg എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാം? നേരത്തെ പറഞ്ഞ മെംബ്രെയിൻ ഫിൽട്രേഷനും ഡയറക്റ്റ് ഇനാക്കുലേഷനും. മെംബ്രെയിൻ ഫിൽട്രേഷൻ എന്താ, ഓയിലി അല്ലെങ്കിൽ ഓയിലി പ്രിപ്പറേഷൻ ആണ് നമ്മൾ മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഓയിൽമെന്റ് എന്ത് ചെയ്യും, അത് നേരെ ഒരു സൊല്യൂഷനിലേക്ക് ഇടും. ആ സൊല്യൂഷന്റെ അകത്ത് ഒരു നോൺ ബാക്ടീരിയോസ്റ്റാറ്റിക് സോളിഡ് ഉണ്ടാകും. അതെന്ന് പറഞ്ഞാൽ ഈ കൾച്ചർ മീഡിയത്തിലേക്ക് വേഗം ഇതിനെ സോൾയുബിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ സോല്യൂബിൾ പൗഡർ അല്ലെങ്കിൽ ലിക്വിഡ് ബാക്ടീരിയോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഫംഗിസ്റ്റാറ്റിക് പ്രോപ്പർട്ടി ഉള്ളവരായിരിക്കും. ഓക്കെ, ഈ ലിക്വിഡ് എന്ത് ചെയ്യും, നമ്മൾ 100 ml അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കണ്ടെയ്നറിലേക്ക് നമ്മൾ ഇതിൽ ഇട്ട് വെക്കുന്നു. എന്നിട്ട് ഈ സാമ്പിളിനെ ഫിൽറ്റർ ചെയ്യുക ത്രൂ നോർമൽ ഫിൽറ്റർ. അതിന്റെ പോറോസിറ്റി ഒരു 0.45 മൈക്രോ എങ്കിലും വേണം. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ആഫ്റ്റർ ദ ഫിൽട്രേഷൻ മെറ്റാലിക് ഹോൾഡർ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമ്മൾ 2 പകുതിയാക്കി ചൂടോടുകൂടി തന്നെ മാറ്റുക. ആദ്യത്തെ പകുതിയിലേക്ക് 100 ml കൾച്ചർ മീഡിയ കണ്ടെയ്നിങ് ഫംഗൈ ആഡ് ചെയ്യാം. രണ്ടാമത്തതിലേക്ക് 20 to 25 ഡിഗ്രി സെൽഷ്യസ് നോട്ട് ലെസ് ദാൻ 7 days. മറ്റേ പകുതിയിലേക്ക് 100 ml ഓഫ് fluid thioglycolate medium add ചെയ്യാം. And incubate it for 30 to 35 degree Celsius for not less than 4 days അല്ല 7 days എന്നിട്ട് ഗ്രോത്ത് ഐഡന്റിഫൈ. അപ്പൊ രണ്ടാക്കുക, രണ്ടിനകത്തേക്കും 2 ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ് ഈസ് ഡയറക്റ്റ് ഇനാക്കുലേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ദ സാമ്പിൾ എടുക്കുന്നു, കണ്ടെയ്നറിലേക്ക് ഇടുന്നു. ഈ അത് ഗ്രോത്തിന് ഫേവറബിൾ ആണ് ആ ഒരു കൾച്ചർ മീഡിയത്തിലെങ്കിൽ അത് എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഒബ്സർവേഷനും റിസൾട്ടും നോക്കാം. നെക്സ്റ്റ് ഈസ് ഒബ്സർവേഷൻസ് ആൻഡ് റിസൾട്ട്സ്. സോ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത് എന്തിനാ, അതിന് ഇൻക്യുബേഷൻ എത്ര നാളാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഒരു തരത്തിലുള്ള ഗ്രോത്തും അല്ലെങ്കിൽ ടർബിഡിറ്റിയും അവിടെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ പർട്ടിക്കുലർ സാമ്പിൾ ടെസ്റ്റ് പാസ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എവിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റീടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ മൈക്രോബിയൽ ഗ്രോത്ത് പിന്നെയും കാണുവാണെങ്കിൽ പാസ്, ഒരു എവിഡൻസും ഇല്ലെങ്കിൽ പാസ് ദ ടെസ്റ്റ്. ഇനി എവിഡൻസ് ഓഫ് മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിൽ ഐസൊലേറ്റ് ചെയ്യുക, ഏതാണ് ഓർഗാനിസം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ ആ ഒരു കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഐഡന്റിഫൈ ചെയ്ത് ടെസ്റ്റ് ഫോർ സ്റ്റെബിലിറ്റിക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഗ്രോത്ത് ഓഫ് ദ കണ്ടെയ്നർ ഫസ്റ്റ് ടെസ്റ്റും അതേപോലെ twice the number of samples. So the preparation being examined passes the test for sterility in case there is no evidence of microbial growth. Next is particulate matter monitoring. So എല്ലാ തരത്തിലുള്ള പേരന്റൽ പ്രൊഡക്റ്റും സ്റ്റെറൈൽ ആയിരിക്കും, പൈറജൻസ് ഉണ്ടാവില്ല, അതുപോലെ ഒരു തരത്തിലുള്ള മാറ്റേഴ്സും ഉണ്ടാകാൻ പാടില്ല. As unwanted mobile insoluble matter other than the gas bubbles present in the given product. So presence of foreign matter
അപ്പൊ അത് വളരെയധികം ഡേഞ്ചറസ് ആണ്. ഈവൻ നമ്മൾ RBCയുടെ പാർട്ടിക്കിൾ സൈസിനേക്കാൾ വലുതാണെങ്കിൽ അത് എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡ് വെസൽസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അത്തരം കണ്ടാമിനേഷൻസ് ഉള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ നമ്മൾ റിജക്ട് ചെയ്യുക തന്നെയാണ് വേണ്ടത്. ദെൻ 2007 IP പ്രകാരം പറയുകയാണെങ്കിൽ ലിമിറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. ഏതിനകത്തെങ്കിലും ഈ ഒരു ഇൻക്രീസ്ഡ് കണ്ടന്റ് കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി വിഷ്വൽ മെത്തേഡ്, കൗണ്ടർ മെത്തേഡ്, ഫിൽട്രേഷൻ, ലൈറ്റ് ബ്ലോക്കേജ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പാർട്ടിക്കുലർ മാറ്റർ കണ്ടാമിനേഷൻ ഐഡന്റിഫിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഓരോന്നും നിങ്ങൾക്ക് പറഞ്ഞു വന്നാണ്. വിഷ്വൽ ഇഫക്ട് എന്താ, ഓൾഡ് ആൻഡ് റിലയബിൾ മെത്തേഡ് ആണ്. അവിടെ നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്നു. കൗണ്ടർ കറന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ രണ്ട് ഇലക്ട്രോണിന്റെ പ്രസൻസിൽ ഓറിഫൈസ് വെച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. ഓറിഫൈസിന്റെ സൈസ് എന്ന് പറയുന്നത് 0.1 ആയിരിക്കും. അപ്പൊ അതിനപ്പുറത്തേക്കുള്ള ഒരു പാർട്ടിക്കിൾസിനെയും അത് കടത്തി വിടത്തില്ല. നെക്സ്റ്റ് ഈസ് ഫിൽട്രേഷൻ മെത്തേഡ്. അപ്പൊ ഫിൽട്രേഷൻ മെത്തേഡ് എന്താണ്, ഹൈഡ്രോളിക് ഫ്ലൂയിഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിൽട്രേഷൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൈറ്റ് ബ്ലോക്കേഡ്. അപ്പൊ ലൈറ്റ് ബ്ലോക്കേഡ് എന്താണ്, ഓട്ടോമാറ്റിക് ഇവാലുവേഷൻ മെത്തേഡ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് ലൈറ്റ് പാസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഷാഡോ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ പൈറജൻ ടെസ്റ്റും ഫോൾട്ടി സീൽ പാക്കും ഒക്കെ ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഫോൾട്ടി സീൽ പാക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്, ഡൈ ടെസ്റ്റ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ അല്ലെ. സോ കളേർഡ് കണ്ടന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. സോ ഇത്രയുമാണ് നമുക്ക് എന്തിനകത്ത് വരുന്നത്, പൈറജൻ ടെസ്റ്റിന്റെ അകത്ത് വരുന്നത്. അപ്പൊ നമുക്കിനി പൈറജൻ ടെസ്റ്റിംഗ് കൂടെ പറഞ്ഞിട്ട് നിർത്താം. പൈറജൻ ടെസ്റ്റിന്റെ ഫോൾട്ടി സീൽ പാക്കിംഗ് വരെ പറഞ്ഞു. ഇനി പൈറജൻ ടെസ്റ്റിംഗ് പറയാൻ പോകുന്നത്. Pyrogen test is done to check the presence അല്ലെങ്കിൽ absence of pyrogen in all aqueous parental preparations. Okay, clear ആണല്ലോ പൈറജൻസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. അപ്പൊ പൈറജൻ എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. പ്രധാനമായിട്ടും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് അത് ഉണ്ടാക്കുന്നത്. പൈറജൻസ് ആർ പോളിസാക്കറൈഡ് ആൻഡ് ദേ ആർ തെർമോസ്റ്റേബിൾ. Okay, so soluble in water and can pass through bacteria-proof filters, so unaffected by bacteria. അപ്പം വാട്ടറിൽ സോല്യൂബിൾ ആയിരിക്കണം, ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്ററിനകത്ത് കൂടെ പാസ് ചെയ്യാൻ സാധിക്കണം, ബാക്ടീരിയ സൈഡ് വന്നാൽ അൺഅഫക്റ്റഡ് ആയിട്ട് ഇരിക്കണം. സോ ഇത് റാബിറ്റിലുള്ള ബോഡി ടെമ്പറേച്ചറിന്റെ ഇൻക്രീസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. റാബിറ്റ്സ് എന്ത് ചെയ്യും, ദേ ആർ യൂസ്ഡ് ടു ചെക്ക് ദ ഇൻക്രീസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. അവിടെ പൈറജൻസ് എന്ന് പറയുന്നത് പേരന്റൽ റൂട്ട് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ടെമ്പറേച്ചർ കൺട്രോളിംഗ് ഡിവൈസ് വേണം, ഗ്ലാസ് വെയർസ് വേണം, സിറിഞ്ച് വേണം, നീഡിൽ വേണം, ഹോട്ട് എയർ ഓവൻ വേണം. 250 ഡിഗ്രി സെൽഷ്യസ് 30 മിനിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഹോട്ട് എയർ ഓവൻ ഹീറ്റ് ചെയ്യാം 200 ഡിഗ്രി സെൽഷ്യസിലേക്ക്. ട്രീറ്റ് ഓൾ ഡൈല്യൂവൻസ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഫോർ വാഷിംഗ് ആൻഡ് റിൻസിങ് ഓഫ് ഡിവൈസ് ഇൻ എ മാനർ ദാറ്റ് വിൽ അഷ്വർ ദാറ്റ് സ്റ്റെറൈൽ ആൻഡ് പൈറജൻ ഫ്രീ. അപ്പൊ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് റാബിറ്റ്സിന്റെ ആദ്യത്തെ ടെമ്പറേച്ചർ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അതിന്റെ എന്താ പറയാ, കഴുത്തിലധികം മുറുക്കമുള്ള സ്റ്റോക്കിങ്സ് ഒന്നും ആവാൻ പാടില്ല ഇടുന്നത്. എന്നിട്ട് റാബിറ്റ് നോർമൽ പൊസിഷനിൽ വെക്കുക. എന്നിട്ട് 1 hour ബിഫോർ ദ ടെസ്റ്റ് നമ്മൾ അവരെ എന്ത് ചെയ്യണം, അവരുടെ ടെമ്പറേച്ചർ ഒന്ന് മെഷർ ചെയ്യുക. ബോഡി ടെമ്പറേച്ചർ നോർമൽ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. 3 degrees Celsius of the living quarters of the rabbit അല്ലെങ്കിൽ place where rabbit have been kept for at least 18 hours അവിടെ ആയിരിക്കണം നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. റാബിറ്റ് ഈ പട്ടിലെ എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ടിരിക്കണം. എന്നിട്ട് റാബിറ്റിന്റെ ഫുഡൊക്കെ ഒരു രാത്രിയിൽ പട്ടിണിക്കിടുക, അതായത് ഓവർനൈറ്റ് ഫുഡൊക്കെ വിതോൾഡ് ചെയ്യുക. എന്നിട്ട് until the test is complete and also withhold the water during the test. Okay, water food withdraw ചെയ്യാം. ഹെൽത്തി റാബിറ്റ് ഏത് സെക്സിലുള്ളതാണെന്നെങ്കിൽ 1.5 kg വെയിറ്റ് വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ബാലൻസ്ഡ് ഡയറ്റും കംപ്ലീറ്റ് ഫുഡും കൊടുത്ത് അതിലൊരു കാറ്റഗറിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ടോ do not use any rabbit having a temperature greater than 39.8. 40 ഡിഗ്രി സെൽഷ്യസ് നിയർ ബൈ ആയിട്ടുള്ള
റാബിറ്റ് എടുക്കാനേ പാടില്ല. പിന്നെ എപ്പോഴും ടെമ്പറേച്ചർ എടുക്കുമ്പോൾ അതിനകത്ത് വേരിയേഷൻസ് കാണിക്കുന്ന റാബിറ്റിനെയും എടുക്കണ്ട. ഈ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമിലായിരിക്കണം. പൈറജൻ ഫ്രീ ആയിട്ടുള്ള സലൈൻ സൊല്യൂഷൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ദ വാം ലിക്വിഡ് ബീങ് എക്സാമിൻ ടു പ്രോപ്പർലി 38.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ബിഫോർ ഇഞ്ചക്ഷൻ നമ്മൾ അവരുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. എന്നിട്ടോ the amount of sample to be injected need to be varied. അപ്പം പല പല ഡോസിൽ ഇഞ്ചക്ഷൻസ് കൊടുക്കുക. വോളിയം ഓഫ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് 0.5 ml per kg. ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 ml per kg. എന്നിട്ട് വാട്ടർ ഡ്യൂറിംഗ് ദ ടെസ്റ്റ് വിത്ത്ഹോൾഡ് ചെയ്യുക. ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യുക. ആൻഡ് ഇഞ്ചക്ട് ചെയ്യേണ്ടത് വളരെ പതിയെ ആയിരിക്കണം. അതിന് ഇയർ വെയിനിലേക്ക് ആയിരിക്കണം ഇഞ്ചക്ട് ചെയ്യുന്നത്. 0.5 മുതൽ 10 ml per kg per ബോഡി വെയിറ്റ് നമുക്ക് ചെയ്യാം. ടെമ്പറേച്ചർ 30 മിനിറ്റിന് ശേഷം റെക്കോർഡ് ചെയ്യാം. ആഫ്റ്റർ 3 hours ഓഫ് ദി ഇഞ്ചക്ഷൻ ഇനിഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും തമ്മിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. ഡിഫറൻസ് നെഗറ്റീവ് ആണെങ്കിൽ ദ റിസൾട്ട് ഈസ് കൗണ്ടഡ് ആസ് സീറോ റെസ്പോൺസ്. ഓക്കെ, അപ്പം 3 റാബിറ്റ്സ് നമ്മൾ എടുത്തു വെച്ചില്ലേ, ആ 3 റാബിറ്റ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്യുക. ഓരോ റാബിറ്റിന്റെയും റെസ്പോൺസ് ഇവാലുവേറ്റ് ചെയ്യുക. റാബിറ്റ് 0.6 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവാണ് ടെമ്പറേച്ചർ കാണിച്ചതെങ്കിൽ ഇറ്റ് വിൽ പാസ് ദ ടെസ്റ്റ്. ഓക്കെ, ആൻഡ് ഈ അതിനേക്കാൾ കൂടുതലാണ് എങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം എടുത്തു വെച്ച റാബിറ്റ് ഈ ടെസ്റ്റ് പെർഫോം ചെയ്യുക. വീണ്ടും ഒരു 5 റാബിറ്റിനും കൂടെ ടെസ്റ്റ് പെർഫോം ചെയ്യുക. എന്നിട്ട് 0.6 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാകാം, അത് ടെസ്റ്റ് പാസ് ആവുന്നില്ല. എന്നാൽ അവര് ടെമ്പറേച്ചർ കൂടുന്നില്ല എങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാം, ഇറ്റ് വിൽ പാസ് ദ ടെസ്റ്റ്. ഇത്രേ ഉള്ളൂ പൈറജൻ ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഒരു ചാപ്റ്റർ കൂടെ ഒഫ്താൽമിക് പ്രോഡക്റ്റ്. അപ്പം ഒഫ്താൽമിക് പ്രോഡക്റ്റിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഒക്കുസേർട്ടിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇപ്പം ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അത് നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. ഒക്കുസേർട്ട് എന്താണ്, നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ വെക്കുന്ന ഒരു എന്താ വളരെ സ്റ്റെറൈൽ ആയിട്ട് തന്നെ നമ്മൾ പെരണ്ടറിൽ കീപ്പ് ചെയ്യുന്ന എത്ര ശ്രദ്ധയോടുകൂടിയാണോ അങ്ങനെ തന്നെ വെക്കേണ്ട ഒരു സാധനമാണ് ഒഫ്താൽമിക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അതും കൂടെ നോക്കാം. സോ ഒഫ്താൽമിക് പ്രോഡക്റ്റ് അത് സ്റ്റെറൈൽ പ്രോഡക്റ്റ് meant for installation into the eye in the space between eyelid and eyeball. ഐലിഡിനും ഐബോളിനും ഇടയിലാണ് നമ്മൾ ഒഫ്താൽമിക് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ആൻഡ് സ്റ്റെറൈൽ ആയിരിക്കണം. പെരന്റൽ പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തോ അത്ര തന്നെ ശ്രദ്ധയോട് കൂടി വേണം ഒഫ്താൽമിക് പ്രിപ്പറേഷനും ഹാൻഡിൽ ചെയ്യാൻ. ഐ ഡ്രോപ്പ്, ഐ ലോഷന്, ഐ ഓയിൽമെന്റ്, ഐ സസ്പെൻഷന്, കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻ. ഫസ്റ്റ് വൺ ഈസ് foreign particles. So all the ophthalmic products should be clear, free from foreign particle, fiber, filaments. Ophthalmic solutions എന്ന് പറയുന്നത് നമ്മൾ ബാക്ടീരിയൽ പ്രൂഫ് ഫിൽട്ടർ, മെംബ്രെയിൻ ഫിൽട്ടറോ സിൻഡഡ് ഗ്ലാസ് ഫിൽട്ടറെ കൂടെ കടത്തി വിട്ട് അത് വളരെയധികം സ്റ്റെറൈൽ ആണെന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് വളരെ ഫൈൻ അല്ല എങ്കിൽ നമ്മുടെ കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാം. ഓക്കെ, സോ സെപ്പറേറ്റ് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് വേണം ഒഫ്താൽമിക് പ്രോഡക്റ്റ് നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ ടു അവോയ്ഡ് കണ്ടാമിനേഷൻ. ഇനി വിസ്കോസിറ്റി പറയാനാണെങ്കിലോ, കണ്ണിലുള്ള കോണ്ടാക്ട് ടൈം കൂട്ടണമെങ്കിൽ അതിനകത്ത് തിക്കനിങ് ഏജന്റ് ആഡ് ചെയ്യാം. അപ്പൊ തിക്കനിങ് ഏജന്റ് എക്സാമ്പിൾ എന്തൊക്കെയാ, പോളിവീനൈൽ ആൽക്കഹോളും പോളിഎത്തിലീൻ ഗ്ലൈക്കോളും മീഥൈൽ സെല്ലുലോസും കാർബോക്സി മീഥൈൽ സെല്ലുലോസും ആണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഏജൻസ്. സോ ഫസ്റ്റ് വൺ ഇസ് ഫോറിൻ പാർട്ടിക്കിൾസിന് പ്രസന്റ് ഉണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തത് വിസ്കോസിറ്റി. വിസ്കോസിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ഏതൊക്കെയാണ്, പോളിവീനൈൽ ആൽക്കഹോള്, ദെൻ പോളിഎത്തിലീൻ ഗ്ലൈക്കോള്, ദെൻ മീഥൈൽ സെല്ലുലോസ് അല്ലെങ്കിൽ കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, ആൻഡ് കാർബോക്സി മീഥൈൽ സെല്ലുലോസ്. ഇത്രയാണ്. അപ്പൊ നമുക്ക് എന്തിനു വേണ്ട വിസ്കോസിറ്റി കൂടുന്നത്, കണ്ണിലുള്ള കോണ്ടാക്ട് ടൈം കൂട്ടാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിസ്കോസിറ്റി ഏജൻസ് യൂസ് ചെയ്യുന്നത്. അപ്പം വിസ്കോസിറ്റി ഏജന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണം, ഫിൽട്ടർ ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റണം, ഈസി ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റണം, മറ്റുള്ള ഇൻഗ്രീഡിയൻസുമായിട്ട് കോമ്പാറ്റബിൾ ആയിരിക്കണം, അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്ലാരിറ്റി ലെവലും ഒക്കെ എന്തായിരിക്കണം, ഒരു റിക്വസൈറ്റ് ലെവലിലായിരിക്കണം. ഇനി തിക്കനിങ് ഏജന്റ് which are not included in the formulation of eye drop അല്ലെങ്കിൽ ഐ ലോഷൻസ് എന്ന് പറയുന്നത് ആഫ്റ്റർ സർജറി പോസിബിൾ അഡ്വേഴ്സ്
ഇഫക്ട്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മളിത് നമ്മുടെ കണ്ണിന്റെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. നെക്സ്റ്റ് ഈസ് ടോണിസിറ്റി. അപ്പം നമുക്ക് ഒഫ്താൽമിക് പ്രോഡക്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ലാക്രിമൽ സെക്രീഷനോട് അത് ഐസോട്ടോണിക് ആയിരിക്കണം. ഓക്കെ, സോ ഡിസ്കംഫോർട്ടും ഇറിറ്റേഷനും ഒന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ലാക്രിമൽ സെക്രീഷനോട് അതെന്തായിരിക്കണം, ഐസോട്ടോണിക് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ 0.5 to 2% ആണ് അതിനകത്ത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണിസിറ്റി. ഓക്കെ, സോ 0.5 to 2% സോഡിയം ക്ലോറൈഡ് ആണ് അതിന് നമുക്ക് ഒരു റേഞ്ചിൽ കാണാൻ സാധിക്കുന്നത്. ദെൻ ഐസോട്ടോണിക് വെഹിക്കിൾ വിച്ച് ആർ യൂസ്ഡ് ഫോർ ഒഫ്താൽമിക് പ്രോഡക്റ്റ് എക്സാമ്പിൾ ആണ് 1.9% ബോറിക് ആസിഡ്, സോഡിയം ആസിഡ് ഫോസ്ഫേറ്റ് ബഫർ. ഓക്കെ, ഏതൊക്കെയാണ്? സോഡിയം ആസിഡ് ഫോസ്ഫേറ്റ് ബഫറും പിന്നെ ദെൻ 1.9 അത് പ്രധാന 1.9% ബോറിക് ആസിഡും. ഇത് രണ്ടുമാണ് നമ്മുടെ ടോണിസിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ പി എച്ച് എന്താണ്? പി എച്ച് നമുക്കിപ്പോ മിക്കവാറും ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ പറയും പി എച്ചുമായിട്ട് ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് ടിയേഴ്സിന്റെ പി എച്ച് 7.4 ആണ്. സോ ഐക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് പി എച്ച് എന്താ പറയാ ടോളറേറ്റ് ചെയ്യാൻ സാധിക്കും, ഈവൻ ദോ ബഫർ ചെയ്തിട്ടില്ലെങ്കിലും. സോ ടിയേഴ്സിന് വേഗം തന്നെ നോർമൽ പി എച്ചിലേക്ക് വരാൻ സാധിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആൽക്കലോയിഡ് സോൾട്ട് സൊല്യൂഷൻസ് യൂസ് ചെയ്യും. അത് 2 to 3 pH സ്റ്റേബിൾ ആണ്, പക്ഷെ കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാം. The alkaloid get precipitated at the pH above 7 and will create a number of formulation problems. Okay, next is sterility. സ്റ്റെറൈൽ ആയിരിക്കണം. സ്യൂഡോമോണസ് ഔർഗിനോസ എന്ന് പറയുന്ന ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. അത് ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. സ്യൂഡോമോണസ് ഔർഗിനോസ എന്ന് പറയുന്നത് ഒരു ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. പ്രധാനമായിട്ടും ഒഫ്താൽമിക് പ്രോഡക്റ്റിൽ കാണാറുള്ളതാണ്. കോർണിയയ്ക്ക് ഇൻഫെക്ഷൻ വരുത്താൻ സാധ്യതയുള്ള ഒരു ഓർഗാനിസം കൂടിയാണ്. അപ്പം അത് ഇപ്പൊ നമ്മൾ അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഈ സ്യൂഡോമോണസ് ഔർഗിനോസ കംപ്ലീറ്റ് നമ്മുടെ കണ്ണിന്റെ വിഷൻ ഒരു 48 മണിക്കൂറിനുള്ളിൽ എടുത്തു കളയും. ഓക്കെ, അതുകൊണ്ട് ഒഫ്താൽമിക് വളരെ ക്ലീൻ ആയിട്ട് വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ. സോ സ്റ്റെറിലിറ്റി നമ്മൾ മൾട്ടിഡോസ് കണ്ടെയ്നറിൽ എടുക്കുമ്പോൾ ഒരു സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ് നമ്മൾ ആഡ് ചെയ്യണം. സോ ഈ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് നോൺ ടോക്സിക് ആയിരിക്കണം, നോൺ ഇറിറ്റന്റ് ആയിരിക്കണം, മറ്റുള്ള മെഡിക്കാമെന്റ്സുമായിട്ട് കമ്പാറ്റബിൾ ആയിരിക്കണം. ദ ഒഫ്താൽമിക് പ്രോഡക്റ്റ് ഷുഡ് ബി sterilized by autoclaving, filtration and through bacterial proof filter. Then surface activity എന്ന് പറഞ്ഞാൽ എന്താ? നല്ലൊരു വെറ്റിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം. അതിന് സർഫസ് ആക്റ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത്. എന്നാലേ കോർണിയയിലും ടിഷ്യൂലൊക്കെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സർഫാക്ടന്റ് അല്ലെങ്കിൽ വെറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഒഫ്താൽമിക് പ്രോഡക്റ്റ്. സോ ഇറ്റ് ഷുഡ് നോട്ട് കോസ് ഡാമേജ് to tissue of benzalkonium chloride, polysorbate 20, polysorbate 80, dioctyl sodium sulfosuccinate. ഇതെല്ലാം അത് സർഫസ് ആക്റ്റീവ് ഏജൻസ് ആണ്. സർഫാക്ടൻസ് എന്ന് വിളിക്കാം. പോളിസോർബേറ്റ് 20, പോളിസോർബേറ്റ് 80, ഡൈഓക്ടൈൽ സോഡിയം സൾഫോസക്സിനേറ്റ്, ബെൻസാൽക്കോണിയം ക്ലോറൈഡ്. ഇനി ഐ ഡ്രോപ്പ് അറിയാലോ, അക്വസോ ഓയിലി സൊല്യൂഷൻസോ ഒക്കെ നമ്മുടെ കയ്യിലേക്ക് ഒരു ഡ്രോപ്പറിൽ കൂടെ ഇറ്റിക്കുന്നതിനെയാണ് ഐ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ആന്റിസെപ്റ്റിക്കും അനസ്തെറ്റിക്കും ആന്റി ഇൻഫ്ലമേറ്ററി മിഡ്രിയാറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. സ്റ്റെറൈൽ ആയിരിക്കണം, ഐസോ ഓസ്മോട്ടിക് ആയിരിക്കണം, വിത്ത് ലാക്രിമൽ സെക്രീഷൻ, ഫ്രീ ഫ്രം foreign particle, fibers and filaments. Okay, neutral pH ആയിരിക്കണം. ബാക്ടീരിയസൈഡുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പ്രിസർവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റണം. It has to be stable during storage. Okay. ഇനി ഫോർമുലേഷൻസ് ഓഫ് ഐ ഡ്രോപ്സ് എടുക്കാം. മെയിൻലി 4 തരത്തിലുള്ള ഫോർമുലേഷൻസ് ആണ്. ഒന്ന് പ്രിപ്പറേഷൻ ഓഫ് ബാക്ടീരിയസൈഡൽ അല്ലെങ്കിൽ ഫംഗിസൈഡൽ വെഹിക്കിൾ. അതാണ് ഏറ്റവും ആദ്യം നമ്മുടെ പ്രിപ്പറേഷൻ വരുന്നത് കേട്ടോ. 4 സ്റ്റേജ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് അക്വസ് അല്ലെങ്കിൽ ഓയിലി വെഹിക്കിൾ വിച്ച് ഈസ് നീഡഡ് ഫോർ ദ ഐ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഐ ഡ്രോപ്പ്. അതിനെ എന്ത് ചെയ്യും? ഒരു അക്വസ് വെഹിക്കിളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഫീനൈൽ മർക്കുറിക് നൈട്രേറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫീനൈൽ മർക്കുറിക് അസറ്റേറ്റ് ആഡ് ചെയ്യണം. കോൺസെൻട്രേഷൻ പറഞ്ഞേ 0.002%. ബെൻസാൽക്കോണിയം ക്ലോറൈഡും ക്ലോർഹെക്സിഡിനും 0.001. ദെൻ ഫീനൈൽ മർക്കുറിക് നൈട്രേറ്റ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ ഐ ഡ്രോപ്പില്, അതും പ്രൊലോങ്ഡ് ട്രീറ്റ്മെന്റ് വേണ്ടുന്ന ഐ ഡ്രോപ്പില് ഫീനൈൽ മർക്കുറിക് നൈട്രേറ്റ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഓക്കെ, അതേപോലെ തന്നെ
ബെൻസാൽക്കോണിയം ക്ലോറൈഡ് നമ്മൾ ഈ ലോക്കൽ അനസ്തെറ്റിക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഐ ഡ്രോപ്പിൽ നമ്മൾ ഉപയോഗിക്കില്ല. ഓക്കെ, 3 എക്സാമ്പിൾ പറഞ്ഞു. ഫീനൈൽ മെർക്കുറിക് നൈട്രേറ്റ്, ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, ക്ലോറോഹെക്സിഡീൻ അസറ്റേറ്റ്. ഫീനൈൽ മെർക്കുറിക് നൈട്രേറ്റ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല. കാര്യം എന്താണ്? പ്രൊലോങ്ഡ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നത് കൊണ്ട്. അതുപോലെ ബെൻസാൽക്കോണിയം ക്ലോറൈഡ് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് ലോക്കൽ അനസ്തെറ്റിക് കണ്ടെയ്ൻ ചെയ്യുന്ന ഐ ഡ്രോപ്പിൽ ഉപയോഗിക്കില്ല. Then solution of medicaments and adjuvants. So the medicaments are dissolved in aqueous vehicle containing suitable antimicrobial agents. Okay, so medicamentum adjuvantum കൊണ്ട് എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കാം? ഇത് ഈ വെഹിക്കിളിലേക്ക് ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഒരു സ്റ്റേബിൾ പ്രിപ്പറേഷൻ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഈസ് clarification. So the eye drops are clarified by passing the solution through the membrane. അറിയാലോ, 0.8 മൈക്രോമീറ്റർ സൈസുള്ള പോർ സൈസുള്ള ഫിൽറ്ററിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്തത്. ഇനി സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ വി ഹാവ് ടു ഹീറ്റ് ഇറ്റ് വിത്ത് ബാക്ടീരിയസൈഡ്. ടെമ്പറേച്ചർ എത്രയാ? 98 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ്. കണ്ടെയ്നേഴ്സ് എന്താണ്? ന്യൂട്രൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആയിരിക്കും. ഇപ്പൊ സിപ്ലോക്സ് ഒക്കെ വരുന്ന കണ്ടെയ്നർ പ്ലാസ്റ്റിക് അല്ലേ? സോ പണ്ട് കാലത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യായിരിക്കും? വെർട്ടിക്കലി ഒരു ആംബർ കളേർഡ് ഗ്ലാസ് ബോട്ടിൽ കണ്ടെയ്നേഴ്സിലായിരിക്കും നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. ഒരു ഡ്രോപ്പർ ഒക്കെ അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ ബോട്ടില് നമ്മൾ കുറച്ച് ലിമിറ്റ് ചെയ്യും, അതായത് അതിന്റെ ആ ഗ്ലാസിന്റെ ആൽക്കലിനിറ്റി ടെസ്റ്റ് ഒക്കെ നടത്തി കൺഫേം ചെയ്തിട്ടായിരിക്കും അതിനോട് ഡ്രോപ്പർ കൊടുക്കുന്നത്, കാരണം അത് ഗ്ലാസ്സാണ്. പക്ഷെ ഇപ്പൊ ഈ ന്യൂട്രൽ ഗ്ലാസ് സ്മോൾ ബോട്ടിൽസ് ഒക്കെ മാറ്റിയിട്ട് നമുക്കിപ്പം എന്താ ഉള്ളത്? പ്ലാസ്റ്റിക് ഇൻസുലേറ്റേഴ്സും പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ദെൻ 2 പ്രൊപ്പലീൻ സ്ക്രൂ ക്യാപ്സ് ഉണ്ട്, സിലിക്കോൺ റബ്ബർ ഷീറ്റ്സ് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ പണ്ടൊക്കെ ചെവിയിലൊക്കെ ഇട്ടിരിക്കുന്ന ഡ്രോപ്സ് ഇല്ലേ, മേളിൽ റബ്ബർ സ്റ്റോക്ക് ഒക്കെ ആയിട്ട് ഒരു അടപ്പോട് കൂടിയൊക്കെ. ഇപ്പോഴും എനിക്കൊന്ന് ബോറിക് ആസിഡ്, ഈ ഡീവാക്സിങ്ങിന്റെ ഒക്കെ ഡ്രോപ്പ് അങ്ങനെയാ വരുന്നത്. ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ, ഒരു നീട്ടത്തിലുള്ള പ്ലാസ്റ്റിക് ഉണ്ടാവും, അത് സ്ക്വീസ് ചെയ്ത് അതിനകത്തുനിന്ന് നമ്മുടെ ഡ്രഗ് പുറത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ലേബലിംഗ്. എന്താണ്? ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ എക്സ്റ്റേണൽ യൂസ്. നമുക്ക് ഐ ഡ്രോപ്പിന്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അഡ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മീഥൈൽ സെല്ലുലോസ, കാർബോക്സി മീഥൈൽ സെല്ലുലോസ, പോളിവീനൈൽ ആൽക്കഹോൾ, പോളിഎഥിലീൻ ഗ്ലൈക്കോൾ, ഇതൊക്കെ വിസ്കോസിറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കും. അതേപോലെ കണ്ണുള്ള പ്രൊലോങ്ഡ് കോണ്ടാക്ട് ടൈം. ബഫർ എന്താ? pH മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പം pH ഓഫ് ദ ഐ ഡ്രോപ്പ് എന്ന് പറയുന്നത് അതിന്റെ കെമിക്കൽ സ്റ്റെബിലിറ്റി, ഡിസ്കംഫോർട്ട് കുറയ്ക്കാനും ക്ലിനിക്കൽ റെസ്പോൺസ് കൂട്ടാനുമാണ് ബഫർ ഉപയോഗിക്കുന്നത്. ബോറിക് ആസിഡ്, സോഡിയം ആസിഡ് ഫോസ്ഫേറ്റ്, സോഡിയം സിട്രേറ്റ് ഒക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ആന്റി ഓക്സിഡന്റ്. ആന്റി ഓക്സിഡന്റ് എന്താ? എക്സാമ്പിൾസ് പറഞ്ഞേ. സോഡിയം മെറ്റാബൈസൾഫേറ്റ്, സോഡിയം തയോസൾഫേറ്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യാതെ നമ്മുടെ ഡ്രഗിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ആന്റി ഓക്സിഡൻസ്. പിന്നെ വെക്കിംഗ് ഏജന്റ് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാ? പോളിസോർബേറ്റ് 20, പോളിസോർബേറ്റ് 80. ഐസോട്ടോണിസിറ്റി എന്താണ്? ലാക്രിമൽ സെക്രീഷനുമായിട്ട് ചേരുന്ന ഐസോട്ടോണിസിറ്റി കീപ്പ് ചെയ്യാൻ നോക്കുക. ദെൻ നമ്മൾ ഹാൻഡിൽ ചെയ്ത സമയം ഐ ഡ്രോപ്പിന്റെ കൂടെ ആയിരിക്കരുത് ഡ്രോപ്പർ വെക്കേണ്ടത്. ഡ്രോപ്പർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക, ടിപ്പ് താഴെയാക്കി വെക്കുക, ഹോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ ഡ്രോപ്പറിന്റെ അറ്റത്തൊന്നും പോയി കൈ തൊടാൻ പാടില്ല. ഒരിക്കലും ഡ്രോപ്പർ റിൻസ് ചെയ്ത് കഴുകാനായിട്ട് പാടില്ല, കുലുക്കി കഴുകാൻ പാടില്ല. ദെൻ നെവർ യൂസ് ഐ ഡ്രോപ്പ് ദാറ്റ് ഹാവ് ചേഞ്ച്ഡ് കളർ. അത് ഇമ്പോർട്ടന്റ് ആണ്. കളർ ചേഞ്ച് ഐ ഡ്രോപ്പ് യൂട്ടിലൈസ് ചെയ്യാനേ പാടില്ല. ആൻഡ് വെൻ the dropper is at the top of the bottle, we have to avoid the contamination. Okay, contaminating cap ഒക്കെ remove ചെയ്യണം. Okay, then drop instill ചെയ്ത് കഴിഞ്ഞിട്ട് we should not close the eyes tightly, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്താൽ മാത്രം മതി. അപ്പം എക്സ്ട്രാ മെഡിസിനോ എക്സസൈസിലെ മെഡിസിൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആയിട്ട് പോയിക്കോളും. ഓക്കെ, then eye lotions അറിയാലോ, അത് sterile aqueous preparations are for washing the eyes. കോൺസെൻട്രേറ്റഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. അതിനെ വാം വാട്ടർ ഉപയോഗിച്ച് നമുക്ക് ആവശ്യത്തിന് തൊട്ട് മുമ്പ് നേർപ്പിച്ചെടുക്കുന്ന സാധനമാണ് ഐ ലോഷൻസ്. ഓക്കെ, സോ ക്ലീൻ ഐ ബാത്തിൽ ഒരു സ്റ്റെറിലൈസ്ഡ് ആയിട്ട് വളരെ വൃത്തിയുള്ള ഒരു ഫാബ്രിക് ഡ്രസ്സിംഗ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഐ ലോഷൻസ് വെച്ചിട്ട് ഐ വാഷ് ചെയ്യുന്നത്. ദെൻ ഐ ലോഷൻസ് ഐസോട്ടോണിക് ആണ് ആൻഡ് ഇറ്റ് വിൽ ഫോം foreign particles to avoid irritation to the eye. അതുപോലെ they are prepared freshly. Do not store for more than 2 days as the our lotion will get contaminated by microorganisms. 2 ദിവസം കൂടുതൽ നമ്മൾ ലോഷൻസ് വെക്കാനായിട്ട് പാടില്ല. എക്സാമ്പിൾസ് പറയാമോ?
ബോറാക്സ്, ബോറിക് ആസിഡ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫേറ്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഐ ലോഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മുടെ ഐയുടെ ഐ ഡ്രോപ്പ് ഒക്കെ ആയിട്ട് എന്തായിരിക്കണം, കമ്പാരിറ്റീവ് ആയിരിക്കണം, ഐസോ ഓസ്മോട്ടിക് ആയിരിക്കണം. It should remove the irritation അല്ലെങ്കിൽ irritant from the eyes. Next is eye ointments. അപ്പൊ eye ointments ന്റെ പ്രത്യേകത എന്താ? Sterile preparations ആണ്, which is meant for the application into the eye. So aseptic conditions ൽ നമുക്ക് എന്ത് ചെയ്യണം, ഐ കൊളാപ്സിബിൾ ട്യൂബിലേക്കായിരിക്കും നമ്മൾ ഇതിനെ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ അതിനെ തിരിച്ചെടുക്കുമ്പോഴും പൊട്ടിച്ചു കഴിഞ്ഞിട്ടും ആഫ്റ്റർ ബ്രേക്കിംഗ് നമ്മൾ ഒരുപാട് നാള് വെച്ചിട്ടൊന്നും തിരിച്ച് ഉപയോഗിക്കാൻ പാടില്ല. സോ അത് മൊത്തം ആ ഒരു ട്യൂബ് തീർക്കുന്നത് വരെ നമ്മൾ ഉപയോഗിക്കണം. സോ ഐ ആപ്ലിക്കബിൾസ് ഒക്കെ ഇപ്പൊ അവൈലബിൾ, അപ്പം സിംഗിൾ ടൈം ആപ്ലിക്കേഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് നിർത്താനായിട്ട് സാധിക്കും. ഇനി ഐ ഓയിൽമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, അതിന്റെ അകത്തൊരു ബേസ് ഉണ്ടായിരിക്കണം. ഓയിൽമെന്റ് അല്ലേ, അപ്പം ആ ബേസിന്റെ പ്രത്യേകത ബോഡി ടെമ്പറേച്ചറിൽ നമ്മുടെ ലാക്രിമൽ സെക്രീഷൻസ് ഓഫ് ദ ഐ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അത് മെൽറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഐ ഓയിൽമെന്റ്സിന് ഉണ്ടായിരിക്കണം. വൈറ്റ് സോഫ്റ്റ് പാരഫിൻ ഇസ് നോട്ട് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഓയിൽമെന്റ് ബേസ്. കാരണം എന്താ, അതിനകത്ത് ബ്ലീച്ചിങ് ഉണ്ടായിരിക്കും. By bleaching the yellow soft paraffin. Okay, so why white soft paraffin is not used in eye ointment എന്ന് ചോദിച്ചാൽ white soft paraffin എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? By bleaching with the yellow soft paraffin. പിന്നെ വളരെ കെയർഫുൾ ആയിട്ട് ബ്ലീച്ചിങ് ഏരിയയിൽ ഉപയോഗിക്കുക, കാരണം അത് ബേസിലേക്ക് സ്റ്റിക്ക് ചെയ്യാനും വളരെ ശ്രദ്ധാപൂർവം വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇറിറ്റേഷനും ഉണ്ടാക്കും. Then wool fat can be used, പക്ഷെ അത് വളരെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുമായിട്ട് സേഫ് ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ലിക്വിഡ് പാരഫിൻ നമുക്ക് ഉപയോഗിക്കാം, അത് വിസ്കോസിറ്റി കുറയ്ക്കാനും ഈസിലി കൊളാപ്സിബിൾ ട്യൂബിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കും. ലിക്വിഡ്, ഓക്കെ. ഐ ഓയിൽമെന്റ് ഒന്നെങ്കിൽ മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊളാപ്സിബിൾ കണ്ടെയ്നേഴ്സിൽ വേണം നമ്മൾ സൂക്ഷിക്കാൻ. അതിന്റെ നോസിലിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം? സ്യൂട്ടബിൾ ഷേപ്പ്. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ വരുന്ന രീതിയിൽ പൂർത്ത രീതിയിലായിരിക്കണം. ഐ ഓയിൽമെന്റ് നമ്മൾ എവിടെ ഉപയോഗിക്കേണ്ടത്? ഇറ്റ് ഹാസ് ടു ബി സ്റ്റോർഡ് ഇൻ കൂൾ പ്ലേസിൽ വേണം നമ്മൾ അതിനെ ഉപയോഗിക്കാനായിട്ട്. ദെൻ ഐ സസ്പെൻഷൻസ് ഉണ്ട്. ഐ ഡ്രോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഐ സസ്പെൻഷൻസ് കിട്ടാറുണ്ട്. ഓക്കെ, സോ അത് ലിക്വിഡ് ഫോമിലാണെങ്കിൽ അൺസ്റ്റേബിൾ ആണ്. സോ ഡിസൈഡ് ആയിട്ടുള്ള വെഹിക്കിളിന്റെ കൂടെ വേണം നമ്മൾ ഐ സസ്പെൻഷനെ ഉപയോഗിക്കാനായിട്ട്. ഇനി കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസ് അറിയാലോ. കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? പോളിമീഥൈൽ മെത്താക്രിലേറ്റ്. ഓക്കെ, പോളിമീഥൈൽ മെത്താക്രിലേറ്റ്. അപ്പൊ അതൊന്ന് എഴുതി വെക്കുക. കോണ്ടാക്ട് ലെൻസ് ആർ പ്രിപ്പയർഡ് ഫ്രം പോളിമീഥൈൽ മെത്താക്രിലേറ്റ്. ക്രൈ, ലെൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയുന്നു, ക്രൈ, അങ്ങനെ ആലോചിച്ച് വെക്കുക. സോ മെത്താക്രിലേറ്റ്, പോളിമീഥൈൽ മെത്താക്രിലേറ്റ്. അപ്പൊ അതൊരു ഹാർഡ് ഹൈഡ്രോഫോബിക് പ്ലാസ്റ്റിക് ആണ്. ഇപ്പൊ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ലെൻസും അവൈലബിൾ ആണ്. ദെൻ വെറ്റിംഗ് സൊല്യൂഷൻസ്, സ്റ്റോറേജ് സൊല്യൂഷൻസ്. അപ്പം വെറ്റിംഗ് സൊല്യൂഷൻസ് എന്താന്ന് നോക്കാം. അവര് പ്രധാനമായിട്ടും ഇൻസേർഷന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ലെൻസിനെ ഒന്ന് വെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഹൈഡ്രോഫോബിക് നേച്ചർ അല്ലേ, പോളിമീഥൈൽ മെത്താക്രിലേറ്റ് കൊണ്ടല്ലേ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഈ രണ്ട് സാധനങ്ങളും എന്താണ്? വാട്ടറിന്റെ ഫ്ലൂയിഡിറ്റിയോട് അതെന്താണ്, കുറച്ചൊരു പുവർ വെറ്റിംഗ് ആണ് തരുന്നത്. സോ കോണ്ടാക്ട് ലെൻസ് നല്ല രീതിയിൽ മോയിസ്റ്റൻ ചെയ്യുക വിത്ത് വെറ്റിംഗ് എയ്ഡ്, എന്നിട്ട് വേണം നമ്മുടെ കണ്ണിലേക്ക് വെക്കാനായിട്ട്. സോ സിൻസ് ദ കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻ ആർ റിക്വയർഡ് ടു ബി യൂസ് ഡെയിലി ഫോർ ഇയേഴ്സ് ടുഗെദർ, നമ്മൾ എന്ത് ചെയ്യണം? വളരെ കെയർഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. സോ കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷൻസിന്റെ അകത്ത് സെല്ലുലോസ് ഡെറിവേറ്റീവ്, ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, ഫ്ലോർഹെക്സിഡീന്, ഐസോടോണിസിറ്റി അഡ്ജസ്റ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കണം. ദെൻ സ്റ്റോറേജ് സൊല്യൂഷൻ എന്താ? ഒരു ഓവർനൈറ്റ് ക്ലെൻസിങ്, നമ്മൾ ഉറങ്ങുന്ന സമയം നമുക്ക് നമ്മുടെ ലെൻസിനെ ഇട്ട് വെക്കുന്നതാണ് സ്റ്റോറേജ് സൊല്യൂഷൻ. സോ നമ്മൾ കണ്ണിൽ നിന്ന് മാറ്റിയിട്ട് വെറ്റിംഗ് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം പ്യൂരിഫൈഡ് വാട്ടർ വെച്ചതിനെ കഴുകിയതിനു ശേഷം അതിനെ സ്റ്റോറേജ് സൊല്യൂഷനിൽ ഇട്ട് വെച്ചില്ലെങ്കിൽ അത് ഡീഹൈഡ്രേഷൻ സംഭവിച്ചു പോകും. ഓക്കെ, അപ്പം നോൺ അയോണിക് ആയിട്ടുള്ള സർഫാക്റ്റീവ് ഏജന്റ് ആണ് അതിനെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. മൈക്രോബിയൽ ഗ്രോത്ത് എടുക്കാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുക. ദെൻ ഓൾസോ നമ്മൾ എന്ത് ചെയ്യാം? ഡെബ്രിസ് ഒക്കെ കളയാനായിട്ട് കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷന്
വൃത്തിയായിട്ട് നോൺ അയോണിക് സർഫാക്ടന്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ദെൻ വി നീഡ് ടു കീപ് ഇറ്റ് സ്റ്റെറൈൽ. ഓക്കെ, ഇനി ഒരു ലേബലിംഗ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഫ്രീക്വന്റ് ചേഞ്ചസ്, അതായത് ലേബൽ ഷുഡ് വാൺ അഗൈൻസ്റ്റ് കണ്ടാമിനേഷൻ ഡ്യൂറിങ് യൂസ് ആൻഡ് എൻകറേജ് ഫ്രീക്വന്റ് ചേഞ്ച് ഓഫ് ദ സ്റ്റോറേജ്. അത് ഉപയോഗിച്ച സ്റ്റോറേജ് സൊല്യൂഷൻ തന്നെ പിന്നെയും ഉപയോഗിക്കാതെ പുതിയ സ്റ്റോറേജ് സൊല്യൂഷൻ ഉപയോഗിക്കണം എന്നാണ് പറയണത്. ഇത് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഹാർഡ് കോണ്ടാക്ട് ലെൻസിന്റെ കാര്യമാണ് പറയുന്നത്. ഹാർഡ് കോണ്ടാക്ട് ലെൻസിനകത്ത് വെറ്റിങ്ങും വേണം, അതേപോലെ സ്റ്റോറേജ് സൊല്യൂഷൻ വേണം. അത് സോഫ്റ്റ് കോണ്ടാക്ട്, ദീസ് ആർ സോഫ്റ്റ് ഫ്ലെക്സിബിൾ ടൈപ്പ് ലെൻസസ്. അപ്പൊ ഇവിടെ മെഡിക്കാമെന്റ്സിനകത്ത് ഐ ഡ്രോപ്പ്, പ്രിസർവേറ്റീവ്സ് ഫ്രം വെറ്റിംഗ്, then strongly absorbed soft contact lens ആയിരിക്കും ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിയർ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ പറയാറുണ്ട്, they are advised to remove them before instilling eye drop. ഐ ഡ്രോപ്പ് ഒക്കെ ഇരിക്കുന്ന സമയം ഇതിനെ മാറ്റിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വിയർ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവൻ ആ ഐ ഡ്രോപ്പിനെയൊക്കെ വേഗം വലിച്ചെടുത്തിട്ട് അബ്സോർബ് ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ വെറ്റിങ്ങും സ്റ്റോറേജ് സൊല്യൂഷനും ഹാർഡ് കോണ്ടാക്ട് ലെൻസിനാണ് ഉപയോഗിക്കേണ്ടത്. ദെൻ സ്പെഷ്യൽ പ്രൊപ്രൈറ്ററി സ്റ്റോറേജ് സൊല്യൂഷൻ ഇതിന് വേണ്ടി പ്രത്യേകം അവൈലബിൾ ആണ്. വെറ്റിങ്ങും സോഫ്റ്റ് സൊല്യൂഷനും ഹാർഡിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, കാരണം ഇവര് ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ ആണ്. സ്റ്റോറേജ് സൊല്യൂഷൻ സ്റ്റെറൈൽ ആയിട്ട് നമ്മൾ സൂക്ഷിക്കുകയും വേണം. സോ മൈക്രോബിയൽ കണ്ടാമിനേഷൻ തടയാനായിട്ട് നമ്മൾ ഇവിടെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലൊക്കെ ആയിരിക്കും പൊതുവെ സൂക്ഷിക്കുന്നത്. ഇത്രയാണ് ഒഫ്താൽമിക് പ്രിപ്പറേഷൻസിനകത്ത് പറയുന്നത്. സോ നമ്മുടെ ഫാർമസ്യൂട്ടിക്സ് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാം തന്നെ ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഇപ്പൊ MCQ ചെയ്യുമ്പോൾ നമ്മളെല്ലാം പഠിച്ചതാ, അത്ര തന്നെ കോൺഫിഡൻസിൽ അറ്റൻഡ് ചെയ്യാട്ടോ, ഒന്നും പേടിക്കണ്ട. താങ്ക് യു.